കോളേജൊക്കെ പൂട്ടിയതുകൊണ്ട് ഇപ്പൻ്റെവിടെ 2 ദിവസം നിൽക്കാൻ പോവാണ്. ഞാനും ഉമ്മയും കൂടിയാണ് പോണത്. ഓരോടൊക്കെയുള്ള ബസ് കിട്ടാൻ കുറച്ച് റിസ്ക്കാണ്, പക്ഷെ വേഗം ഇന്ന് കിട്ടി. അവിടെ എത്തുമ്പോൾ തന്നെ 5 മണി ആയിക്കിന്. ഇപ്പൻ്റെവിടെ 2 ദിവസം നിൽക്കാൻ വിചാരിച്ച് പോയിട്ട് ലാസ്റ്റ് മൂത്താപ്പൻ്റെയോടാണ് നിന്നത്. ഇപ്പൻ്റെവിടെ എത്തി പിറ്റേന്ന് രാവിലെ തന്നെ മൂത്താപ്പൻ്റെയോടൊക്കെ പോയിക്കിന്. പോകാൻ കാരണം ഇപ്പൻ്റെ നാട്ടിൽ ചന്തൻ്റെ പരിപാടി ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണാന്നുള്ള ഒരു മൈൻഡിലാണ് പോയത്. അങ്ങനെ രാത്രിയായപ്പോൾ ചന്തക്ക് പോകാനോ എല്ലാവരും റെഡിയായി. നമ്മളെല്ലാവരും കൂടി നടന്നിട്ടാണ് പോകണം, അത്ര ദൂരമേ ഉള്ളൂ. ഞാനാണെങ്കിൽ കുറേ കാലത്തിന് ശേഷമാണ് ചന്തക്ക് പോണത്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ട് നടന്ന് ഫുള്ള് ലൈറ്റും ഇതൊക്കെ ആയിരുന്നു. അവിടെയാണ് കുറേ ഉപ്പിലിട്ടതും ഫുഡും കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നെ അട്രാക്ട് ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടായിരുന്നു അവിടെ. എല്ലാം മെല്ലെ നടന്നിട്ടാണ് കാണുന്നത്, കാരണം എല്ലാം ചുറ്റി കാണുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ റൈഡിലൊക്കെ കയറാന്നുള്ള തീരുമാനത്തിലേക്ക്. നമ്മൾ പേടിയാണെങ്കിലും പേടില്ല എന്നല്ലേ പറയുള്ളൂ. ലാസ്റ്റ് തോണിയിൽ കയറിയിട്ട് കിളി പോയിക്കിന്. കാരണം വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഫോണും കൂടി ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ ഫോൺ നിലത്തിടും. വലിയ കാര്യത്തിൽ മുകളിലൊക്കെ കയറി പോയിരുന്നു, പക്ഷെ കിളി പോയിക്കിന്. എന്നാലും ബാക്കിയുള്ള റൈഡിൽ കയറാതൊന്നും നിന്നിട്ടൊന്നുമില്ല. ഫുള്ള് റൈഡിലും കയറിയിട്ട് തന്നെയാണ് അവിടുന്ന് പോകുന്നത്. ആദ്യമായിട്ട് ഇനി യന്ത്രൂഞ്ഞാലിൽ കയറാൻ പോകണം, അതാണ് ഒടുക്കത്തെ തിരക്കും. എന്നാലും കയറാതെ നിന്നില്ല, കയറി. പിന്നെ കുട്ടികൾക്ക് എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് അമ്മമാരൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാനും ഇത്താത്തിയും കൂടി നമ്മളവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി പാനിപ്പൂരിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ടേസ്റ്റൊന്നും ഇല്ലേനും, പിന്നെ ഇങ്ങനെയൊക്കെ തിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയി. അപ്പോൾ ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്.